ഇത് കൊല്ലത്തെ അഞ്ചൽ. ഇവിടെ നിന്നാണ് രതീഷ് എന്ന യുവാവിൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. 2014 ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയ രതീഷ് 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിൽ നടന്ന മോഷണത്തിൽ പ്രതിയായി. 2014 മുതൽ 2020 വരെ രതീഷിനെ ആ കേസ് വേട്ടയാടി. ഒടുവിൽ യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തി. കോടതി രതീഷിനെ വെറുതെ വിട്ടു. കോടതി വെറുതെ വിട്ടെങ്കിലും അഞ്ചലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ രതീഷിനെ വെറുതെ വിട്ടില്ല. അവർ മാനസികമായും ശാരീരികമായും രതീഷിനെ ഉപദ്രവിച്ചു. ഒടുവിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് രതീഷ് ആത്മഹത്യ ചെയ്തു. രതീഷ് ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? വ്യക്തമായി കഥ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആർ ശ്യാം ബാബു, ABC മലയാളത്തിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചലിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു അഗസ്റ്റിക്കോട് സ്വദേശിയായ രതീഷ്. സ്വന്തമായി വീടില്ല, ബന്ധുവിന്റെ വീട്ടിലായിരുന്നു താമസം. 2014 അഞ്ചലിലെ മെഡിക്കൽ സ്റ്റോറിൽ രാത്രി കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോയ രതീഷിനെ 2 ദിവസങ്ങൾക്ക് ശേഷം ഈ മെഡിക്കൽ സ്റ്റോറിൽ നടന്ന മോഷണ കേസിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 50 ദിവസത്തിലധികം ജയിലിലടച്ചു. ക്രൂരമായ മർദ്ദനങ്ങളാണ് പോലീസ് ഈ കാലയളവിൽ നടത്തിയത്. പഞ്ചസാര വെള്ളം കുടിപ്പിച്ചു, ജനനേന്ദ്രിയത്തിൽ മുളക് തേച്ച ഈർക്കിൽ കയറ്റി, ശരീരമാസകലം മുറിവില്ലാതെ ചതച്ചു. അതിനുമപ്പുറം 6 വർഷം സമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് കള്ളനായി രതീഷ് ജീവിച്ചു. 2020 മറ്റൊരു കേസിൽ പോലീസിന്റെ പിടിയിലായ കുപ്രസിദ്ധ കുറ്റവാളി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തിയത് താനാണെന്ന് പോലീസിനോട് സമ്മതിച്ചു. കോടതി രതീഷിനെ വെറുതെ വിട്ടു. നഷ്ടപരിഹാരം ചോദിച്ച് രതീഷ് കോടതി കയറി. കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥർ അത് കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. പോലീസിന് പകമൂത്തു. ഓട്ടോറിക്ഷയുടെ RC ബുക്ക് പിടിച്ചുവെച്ചു. ഷാജഹാൻ എന്ന പോലീസുകാരന്റെ നേതൃത്വത്തിൽ വഴി നീളെ വണ്ടി തടഞ്ഞു. അഞ്ചലിലെ ഒരു സ്റ്റാൻഡിലും ഓടിക്കുവാൻ പോലീസ് സമ്മതിച്ചില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ പണമില്ലാതായി. അതിന് യാചിക്കുവാൻ രതീഷിന് മനസ്സുമില്ല. ഒടുവിൽ ഒരു തുണ്ട് കയറിൽ രതീഷ് ജീവിതം അവസാനിപ്പിച്ചു. മരണപ്പെട്ട രതീഷിന്റെ കുഴിമാടത്തിനരികിലാണ് ഇന്ന് കുഴിമൂടൽ ചടങ്ങ് നടക്കുകയായിരുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്കൊപ്പമുണ്ട്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ രതീഷ് കടന്നുപോയി എന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നേരിട്ട് മനസ്സിലായത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ സംസാരിക്കട്ടെ. എന്താ മേഡം സംഭവിച്ചത്? ചേട്ടാ ഒരു ദിവസം ഓട്ടം പോയതാണ്. അപ്പം ഒരു പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചോദിച്ച് രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ നോക്കിയിരിക്കുമായിരുന്നു. 6 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയെന്ന്. അത് 6 ദിവസം കഴിഞ്ഞ് അറിയുന്നത് ഒരു വല്യമ്മ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ അടുത്തുള്ളൊരു തൂക്കാൻ നിൽക്കുമായിരുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞമ്മ ചിറ്റപ്പൻ ഇവിടെ ഉണ്ട്, അമ്മ അവരോട് പറയൂ, ഞാനിവിടെ ഉണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏരു പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷെ 5 പോലീസുകാരെയാണ് പിടിച്ചുകൊണ്ട് പോയത്. മെഡിക്കൽ സ്റ്റോറിൽ, ശബരി മെഡിക്കൽ സ്റ്റോറിൽ രൂപസാദൃശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. CCTV കണ്ടത്. ഏത് പോലീസുകാരാണെന്നറിയോ മേഡത്തിന്? അന്ന് എനിക്ക് തോന്നുന്നത് രമേശാന്ന് തോന്നുന്നു. വർഷം 10 സർക്കിൾ ഇൻസ്പെക്ടർ. അതിനുശേഷം 2020 വെറുതെ വിട്ടിട്ടും പോലീസ് പിന്നാലെ വന്നു. അതെന്തിനാണ്? അവര് നമ്മള് കേസ് മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞവര് നമ്മളെ ഒരുപാട് ശല്യം ചെയ്തു. മുമ്പോട്ട് പോയാൽ അവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും ഭീഷണിപ്പെടുത്തുമായിരുന്നു. ബസ്സിൽ കയറിയിട്ട് അവര് പറയുമായിരുന്നു, ഇത് കള്ളന്റെ ബസ്സാ, അതിന്റെ താരം കയറി പോകില്ലെന്നൊക്കെ പറയുമായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ പോലീസുകാര് പുള്ളൂരൊക്കെ വെച്ച് എപ്പോഴും ഭീഷണിപ്പെടുത്തും. അഞ്ചൽ സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ ഈ സമീപ പ്രദേശങ്ങളിലാണ്. മാഡത്തിന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പേര് പറയാം. അറിയാവുന്ന ഇവിടെ ഒരു മധു ഉണ്ട്. പിന്നെ ആരെയും എനിക്ക് അറിയില്ല. ഒരുപാട് ഉപദ്രവിച്ചു. അവര് പഞ്ചസാര വെള്ളം കുടിപ്പിക്കുകയും പിന്നെ മുളക് വെള്ളം കുടിപ്പിക്കുകയും മർമ്മസ്ഥാനത്ത് മുളകൊക്കെ തേക്കുകയും നഖമൊക്കെ വലിച്ചു പുഴുവാനൊക്കെ തുടങ്ങി. അവര് 6 ദിവസം അവര് ശബരി മെഡിക്കൽ സ്റ്റോറുടെ സ്കോർപ്പിയോയിൽ 6 ദിവസം കൊണ്ടിട്ട് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം പോവാത്ത രാജ്യങ്ങളെല്ലാം പോയി കണ്ടെന്നാണ് പറഞ്ഞത്. ഈ അവസാന ദിവസങ്ങൾ എന്ത് പറഞ്ഞു? അവസാന ദിവസം തീരെ വയ്യ, വണ്ടിയിലൊന്നും പോകാൻ വയ്യ. 2 ദിവസം പോയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് വണ്ടിയിലൊന്നും പോകൂല. നടുവേദന, ശരീരം വേദന, കാലുകഴപ്പ്, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് വീടില്ല, വേറെ വരുമാനമൊന്നുമില്ല. ഈ ഒരു വരുമാനം ഞങ്ങൾക്ക് കൊള്ളായിരുന്നു. വേറെ വരുമാനമൊന്നുമില്ല. ഈ 2 കൊച്ചുങ്ങളും ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇത് അനിയന്റെ വീടാ. ഞങ്ങളിപ്പോ ഇവിടെ കഴിയുന്നത്. ഞങ്ങളുടെ വസ്തു ഇത് സൊസൈറ്റി ലോൺ വെച്ചേക്കും 4 ലക്ഷം രൂപയ്ക്ക്. അല്ലാതെ 6 ലക്ഷം രൂപയുണ്ട്. കടം മേടിച്ചാണ് ഞങ്ങൾ കേസ് നടത്തിയത്. അപ്പോഴേ അവർ 2 ലക്ഷം രൂപയും കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നഷ്ടമായി. അപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് 2 ലക്ഷം രൂപ വേണ്ട, ഞങ്ങൾക്ക് നീതി മതി, ഞങ്ങൾ മുമ്പോട്ട് പോവാന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് സംഭവിച്ചു. പിന്നെ നമ്മൾ കേസ് കൊല്ലത്ത് കംപ്ലൈന്റ് കേസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ എപ്പോഴും പോകും, വിളിക്കും കേസ്. ഈ 2014 മുതൽ 2020 വരെയുള്ള ഈ ഒരു കാലഘട്ടം അദ്ദേഹം അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു? ഭയങ്കര നാണക്കേടായിരുന്നു. വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, കൂട്ടുകാരായിട്ടൊന്നും മിണ്ടത്തില്ല. എല്ലാവരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം
പാടെ അങ്ങ് തള്ളിക്കളഞ്ഞു നമ്മളെ. പാർട്ടിക്കാരും എല്ലാ ആൾക്കാരും നമ്മളെ കള്ളൻ എന്ന പേര് കിട്ടി. അതുകൊണ്ട് അവൻ കള്ളനെ, അതുകൊണ്ട് അവനോട് സഹകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും അങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷെ പ്രതിയെ കിട്ടിയപ്പോഴാണ് പിന്നെ ഓരോരുത്തരും മിണ്ടിയും സഹകരിച്ചും തുടങ്ങി. അതുവരെ കള്ളൻ എന്ന പേരാണ്. പക്ഷേ പോലീസ് അപ്പോഴും വെറുതെ വിട്ടില്ല. ഇല്ല, അവര് പിന്നെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഒരു വിധത്തിൽ അവര് സമ്മതിക്കാത്ത അവസ്ഥയായി. എന്നാലും 2 കൊച്ചുങ്ങളെ അമ്മയെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വയ്യെങ്കിലും പോവായിരുന്നു. ആ ഓട്ടോ ഇവിടെ ഉണ്ടോ? ആ ഓട്ടോയാണ് അത് ആ കിടക്കുന്നത്. RC ബുക്ക് ഇല്ല. അത് പോലീസുകാരുടെ ഇല്ല. അവർ രണ്ടാമത് മേടിച്ചോണ്ട് നമ്മള് ചേട്ടൻ റിമാൻഡ് ഓടണ്ടെന്ന് പറഞ്ഞോണ്ട്, നീ ഓട്ടോ ഓടണ്ടെന്ന് പറഞ്ഞോണ്ട് രതീഷിന്റെ ഓട്ടോയാണ് ആ കാണുന്നത്. ആ ദൃശ്യങ്ങൾ അതിലേക്ക് പോകാം. ആ കാണുന്ന ഓട്ടോയാണ് രതീഷിൻ്റെത്. രതീഷിന്റെ അവസാന ദിവസങ്ങൾ നരകയാതനയുടേതായിരുന്നു. പോലീസ് മർദ്ദനം മൂലം ഉറങ്ങാൻ സാധിക്കാതായി, ശ്വാസം മുട്ടും കലശലായി. 2014 ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന രതീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി നൈറ്റും പകലും എല്ലാം 5-8 മണി കിടന്ന് ആട്ടോ ഓടുന്ന ഒരു മനുഷ്യനാണ്. CC ഇട്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടും കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതിൻ്റെ പേരിൽ അയാൾ ഒരു ആട്ടോ എടുത്തു. ആ ആട്ടോ കിടന്ന് അഞ്ചലും ടൗണിലും എല്ലാം കിടന്ന് ഓടുക എന്നുള്ളതായിരുന്നു. 2014 ഒരു ഓട്ടം വിളിച്ച ഒരു സ്ത്രീയെയും കൊണ്ട് കരുവോണോട്ട് പോകുമ്പോൾ അവർ ഈ ശബരി മെഡിക്കൽസ് എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ നിർത്തി എനിക്കൊരു ഗുളിക മേടിക്കണമെന്ന് പറഞ്ഞു. അവരെ കാണാതെ വന്ന് 10-15 മിനിറ്റ് ആയപ്പം താമസിച്ചപ്പം ഈ ഓട്ടോ ഡ്രൈവറെ ആ കടയിലേക്ക് കയറിപ്പോയി നോക്കിയപ്പോൾ ഇവർ മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഈ കട പുതുക്കി പണിയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്താണ് വലുതായിട്ട് ആ കട പുതുക്കി പണിച്ചു. അങ്ങനെ ഇവൻ ഇങ്ങനെ ആ ക്യാമറയിലോട്ടും കടയിലോട്ടും ഒക്കെ ഇങ്ങനെ ഒരു നോക്കുന്ന ഒരു രംഗം മാത്രമാണ് ഇവർക്ക് കാണാൻ സാധിച്ചത്. ആ ഒരൊറ്റ സംശയത്തിൻ്റെ പുറത്ത് യവനെ അതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ കളവ് നടക്കുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞാണ്ട് 2020 ഇതിൻ്റെ യഥാർത്ഥ പ്രതി ദാസൻ എന്ന് പറയുന്ന ഒരു തങ്കപ്പൻ്റെ മകൻ വെള്ളറടയിലുള്ള നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ്. മറ്റൊരു കേസുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യവനാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രതിയെന്നും അവൻ ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളും മുഴുവനും പോലീസിനോട് നിരത്തി ഈ രതീഷിനെ പിന്നീട് കോടതി വിമുക്തനാക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. അപ്പോഴേക്കും ഇവൻ്റെ ജീവിതം താറുമാറായി കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് ഇവൻ ജാമ്യത്തിനിറങ്ങി ശകലം പൈസ സ്വരൂപിച്ചുകൊണ്ട് ഈ ഓട്ടോ രണ്ടാമത് ഓടാനായിട്ട് ടൗണിൽ ചെന്ന സമയത്ത് അഞ്ചല പോലീസുകാർ വീണ്ടും ഇവനെ വേട്ടയാടുകയാണ് ചെയ്തത്. ഇവൻ്റെ ബുക്കും പേപ്പറും RC ബുക്ക്, ഇൻഷുറൻസ് പേപ്പറും എല്ലാം മേടിച്ചിട്ട് അവൻ്റെ കഴുത്തിനും പിടിച്ച് കള്ളി നീ ഇനി ഈ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിലയിൽ പറയുകയുണ്ടായി. അങ്ങനെ ഇവൻ വീണ്ടും വിഷമസന്ധിയിലായി. ഇന്നും ആ ബുക്ക് അല്ലെങ്കിൽ ആ RC ബുക്കോ കാര്യങ്ങളോ ഈ പോലീസുകാരെ ഇവർക്ക് കൊടുക്കുകയോ അവൻ ജീവിക്കാൻ അനുവദിക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യമാണ് ഈ നരാധമന്മാരായ പോലീസുകാർ കാണിച്ചത്. ലോകത്തൊരു മനുഷ്യരോടും ഒരു മനുഷ്യജീവിയോടും കാണിക്കാൻ പാടില്ലാത്ത അതിക്രൂരമായ മർദ്ദനം 3-ാം മുറ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഈ രതീഷുമായിട്ട് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് 3-ാം മുറ മുളക് പ്രയോഗം, പഞ്ചസാര തുടങ്ങിയ 3-ാം മുറ പ്രയോഗിച്ച് ഇവന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. ഇതിൻ്റെ യഥാർത്ഥ കക്ഷികളെന്ന് പറയുന്ന സർക്കാരും പോലീസുമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് ഇവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സർക്കാർ എടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമായിട്ട് ജനങ്ങൾ ഒന്നടങ്കം ഈ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ഈ സർവീസിലെന്ന് പറയുന്ന CA ആയിട്ടിരുന്ന ഒരു രമേശൻ എന്ന് പറയുന്ന ഒരു തേർഡ് റൈസ് കക്ഷിയാണ്. ഒരു ഗൂണ്ടയാണ് അയാൾ. തിരുവനന്തപുരത്തുകാരനായിരുന്നു എന്നാണ് പറയുന്നത്. അയാളിപ്പം വടക്കൻ ജില്ലകളിൽ എവിടെയോ സർവീസിലുണ്ട്. അയാൾ DYSP ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പോയിട്ടൊരു ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചേറ്റ ഇപ്പോഴും സർവീസിൽ നിന്നും വിരമിച്ചിട്ട് ആയൂരിൽ ഒരു കടയൊക്കെ നടത്തി മാർത്തോമ കോളേജിൻ്റെ അവിടെ അവനും സുഖമായിട്ട് ജീവിക്കുന്നു. ഷാജഹാൻ. പിന്നെ ഒരു മധു എന്ന് പറയുന്ന അയാളുടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളും എല്ലാവരും കൂടെ ചേർന്നിട്ട് വളഞ്ഞിട്ട് ഈ പയ്യനെ ആക്രമിക്കുകയായിരുന്നു. അവസാനം ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്തൊരു സാഹചര്യത്തിൽ കടവും കയറി 2 പിഞ്ച് കുഞ്ഞുങ്ങളെ 9-4 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെയും ഒരു ഭാര്യയും, ആകെയുള്ളത് 4 സെൻറ്റ്. അതാ ഈ കിടക്കുന്ന സ്ഥലം, അതിനകത്തൊരു വീട് പോലുമില്ല. അത് അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടാണ്. അവിടെയാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ തരത്തിലുള്ള അതിക്രൂരമായ മർദ്ദനമാണ്
ഈ രതീഷിന് അനുഭവിക്കേണ്ടി വന്നു. അയാൾ പിന്നെ ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ചെയ്യാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, അയാൾക്ക് നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ആ തരത്തിൽ അയാളെ ചതച്ച് കാലിൻ്റെ വെള്ളയെല്ലാം തൊലിയെല്ലാം അടിച്ച് മാംസമെല്ലാം ഇളവി വരത്തക്ക രീതിയിൽ ഈ പോലീസ് അവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. 45 ദിവസമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഈ ജില്ലയിലല്ലാതെ കണ്ടിട്ട് മറ്റ് ജില്ലകളിലും കൊണ്ടിട്ട് ഈ രതീഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചത്. അത്തരത്തിൽ ഉപദ്രവിച്ച് ബോധമില്ലാത്ത നിലയിൽ പല ദിവസങ്ങളിലും അതിൻ്റെ അമ്മയും ഒക്കെ അതിനെ കാണാൻ പല സ്റ്റേഷനിലും ഉണ്ടെന്നും പറഞ്ഞ് എന്നിട്ട് ഒരു പോലീസുകാരനും അവരെ കാണിക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ അതിക്രൂരമായിട്ട് ഇത് മുഴുവനും അതിനും വേണ്ടുന്ന വണ്ടിയും സാമ്പത്തികവും കാര്യങ്ങളും എല്ലാം ശബരി മെഡിക്കൽസിൻ്റെ ഉടമയിൽ നിന്നും വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവരുടെ വണ്ടിയിലാണ് ഈ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇയാളെ കൊണ്ടുപോയത്. മറ്റ് സ്റ്റേഷനുകളിലെല്ലാം കൊണ്ടുപോയി. എല്ലാ സ്റ്റേഷനിലും, ഉദാഹരണത്തിന് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ വരെ കൊണ്ടിട്ട് രാത്രി അതിൻ്റെ മേളത്തെ നിലയിലിട്ട് ഇയാളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാന ദിവസം ഈ രതീഷിൻ്റെ ഭാര്യയെടുത്ത് പറയുകയും ചെയ്ത്, വൈകിട്ട് ഇതുപോലെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അന്നത്തെ ആ നടുവിൻ്റെ കംപ്ലൈൻറ്റും ബാക്കി കാരണങ്ങളുമാണ് ഇത് സംഭവിച്ചത്. ജോലി കേൾക്കാതാണ് ഈ ആത്മഹത്യ ചെയ്തത്. വണ്ടിയുടെ ബുക്കും പേപ്പറും അവർ പിടിച്ചു വെച്ച് 3.5 ലക്ഷം രൂപ അതിന് CC ഉണ്ടായിരുന്നു. അത് എല്ലാം കടം മേടിച്ച് അടച്ചു തീർത്തത്. ആ കടങ്ങളും എല്ലാവരും ഒരു 5 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. എല്ലാവരും താങ്ങാതെ ആകപ്പെടാ ഇത് ചെയ്തത്. RC ബുക്കിന് വേണ്ടി ദിവസങ്ങളോളം സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ രതീഷിനെ പോലീസ് ആട്ടിയിറക്കി. കള്ളന്റെ വണ്ടിയിൽ സവാരി പാടില്ലെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കവും പോലീസ് നടത്തി. ഗതികെട്ടതോടെയാണ് രതീഷ് ആത്മഹത്യ എന്ന തീരുമാനമെടുത്തത്. രതീഷ് മരണപ്പെട്ടതോടെ ഇനി പോലീസിനെതിരെ വാദിക്കാൻ ആളില്ല. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഒരു സ്ത്രീയും സമൂഹത്തിന് മുന്നിൽ കൈകൂപ്പുകയാണ് നീതിക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് രതീഷിൻ്റെ ഓട്ടോ. ഇത് ഓടിയിട്ട് ഒരുപാട് കാലമായി എന്നാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കുടുംബമാണ്. അവരുടെ ഗൂഗിൾ പേ നമ്പർ വാങ്ങി ഞാനിതിൽ അപ്ലോഡ് ചെയ്യും. സഹായിക്കാൻ പറ്റുന്ന സുമനസ്സുകൾ ഉണ്ടെങ്കിൽ, അവരെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ സുമനസ്സുകൾക്ക് അവരെ സഹായിക്കാം. ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ R. ശ്യാം ബാബു, ABC മലയാളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.